പിണറായി വിജയന്റെ ഓഫീസിൽ പരിശോധനയ്ക്കെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 CPM പ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. നരുവാമൂട് സ്വദേശി കിരൺ, വട്ടിയൂർക്കാവ് സ്വദേശി അനിൽ, കോട്ടയം രാമപുരത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത അമൽ എന്നിവരാണ് ഒടുവിൽ പിടിയിലായത്. ആക്രമണത്തിൽ പങ്കെടുത്ത മുൻ പാളയം കൗൺസിലർ IP ബിനു വൈകിട്ടോടുകൂടി തിരുവനന്തപുരം AR ക്യാമ്പിലെത്തി പോലീസിന് കീഴടങ്ങി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം 9 ഉയർന്നു. കേസിൽ പ്രതികളായ ആറ്റുകൽ ഉണ്ണിയും പാളയം സന്തോഷും നിലവിൽ ഒളിവിലാണ്. CPM ബ്രാഞ്ച് സെക്രട്ടറി നിതിൻ രാജ, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹിൻ, നേമം ബ്ലോക്ക് സെക്രട്ടറി ശ്രീജിത്ത്, മേഖല കമ്മിറ്റി അംഗം ജീവൻ, കാരവിള യൂണിറ്റ് സെക്രട്ടറി മനോജ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ 5 പേരെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പിടിയിലായവർ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 300ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വധശ്രമം, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപമുണ്ടാക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അന്യായമായി തടഞ്ഞുവെക്കൽ, മനഃപൂർവ്വം പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 FIRകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിണറായി വിജയന്റെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മ്യൂസിയം സ്റ്റേഷൻ പരിധിയിൽ വരുന്നതിനാൽ അവിടെ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഇതിനു പുറമെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിച്ചതിന് CPM പ്രവർത്തകർക്കെതിരെ മറ്റൊരു കേസ് കൂടി എടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പരിക്കേറ്റ പോലീസുകാർ ഇതിനോടകം തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം തങ്ങൾക്കെതിരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ED ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നു. ആക്രമണം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘം എത്തി വിശദമായ പരിശോധന നടത്തി. ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്കും കേരള പോലീസിന് കടുത്ത നാണക്കേടുണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കണ്ണൂരിലും കോഴിക്കോടും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സംഘർഷമില്ലാതെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു. എന്നാൽ തലസ്ഥാന നഗരത്തിൽ അത്തരമൊരു ജാഗ്രത പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥർക്ക് പൈലറ്റും എക്സ്കോർട്ടും ഒരുക്കാതെ പ്രകോപിതരായ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറക്കി വിട്ടത് പോലീസിന്റെ വലിയ വീഴ്ചയാണ് എന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതാണ് ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിൽ പരിക്കേൽക്കാൻ കാരണം ആയിട്ടുള്ളത്. സംഭവ ദിവസം നടന്ന സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തിക് അവധിയിലായിരുന്നതിനാൽ റേഞ്ച് DIG ഹീമേന്ദ്ര നാഥായിരുന്നു ക്രമസമാധാന ചുമതല. എന്നാൽ ഇത്രയും ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടും CIG സ്ഥലത്തെത്തിയില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ജൂനിയറായ 2 IPS ഉദ്യോഗസ്ഥരാണ് സംഭവ സ്ഥലത്ത് സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്തത്. ക്രമസമാധാന ചുമതലയിലുള്ള ADGP H വെങ്കടേഷ് വൈകിട്ടോടുകൂടി പാളയം മീഡിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തി. പ്രതികളെ വിട്ടുതരണമെന്ന് പാർട്ടി നേതാക്കളോട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് എന്നും വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച ആരോപണങ്ങൾ ശക്തമായതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെയും ഇന്റലിജൻസ് മേധാവിയെയും തന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം തേടി. ഇന്നലത്തെ സംഭവത്തിൽ പോലീസ് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഗൗരവമായി പരിശോധിക്കുമെന്നും ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാന പോലീസ് മേധാവിയും വ്യക്തമാക്കി.